ഹലോ ഗൈസ്, നമ്മളെ കോഴിക്കുട്ടികൾക്കേ ചതിലനെ ഇട്ടോട്ടാ. ചതിൽ തിന്നാനുള്ള ഉത്സാഹം എത്രയാണല്ല. അവർ ചതിൽ കുറേ കൈക്കോലിൻ്റെ മരത്തിൻ്റെ അടിയിലേ ഇവർക്ക് പാക്കിട്ട് കൊടുത്ത പാക്കിൻ്റെ അടിയിൽ ചതിൽ കുടുങ്ങി. ലൈറ്റൊക്കെ ഇട്ട് കൊടുത്താൽ അവർക്ക് ചെറിയൊരു തൊള്ളവക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട്, ശ്വാസം തിങ്ങലുണ്ട്, വെള്ളം മരുന്നൊക്കെ കൊടുത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചതിൽ തന്നെ ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ ചതിൽ കുറേ നല്ല മുറത്തിലേക്ക് തട്ടിയിട്ട് അതിലിട്ട് കൊടുത്താൽ തിരക്കാനായി. ഫയോമിയൻ്റെ കുട്ടികളാണ്. തണുപ്പായതുകൊണ്ട് മഴ ആയതുകൊണ്ട് ചിലവർക്ക് ഒരാൾക്ക് ചെറിയൊരു ശ്വാസം തിങ്ങലുണ്ടാകും, മൂലൊക്കെ കാണുന്ന ആൾക്ക്. അപ്പോൾ മരുന്ന് കൊടുത്തിട്ടുണ്ട്, എന്താ പാടുന്നോ. മരുന്നൊക്കെ കൊടുത്ത് 2 നേരം 3 നേരം കൊടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. ചതിൽ കുറേ ചതിലുണ്ട്. ഞാൻ ചതിലിനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കൂടി സിസ്റ്റനാണ്ട കൂടെ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ കഴിക്കാൻ പറ്റിയ. ഇപ്പോൾ പുറത്തുനിന്ന് കഴിക്കാനായിട്ടില്ല, പാത്തികൾ ഹൈടെക് മോഡലായിട്ട് ഉണ്ടാക്കിയതാണ്. എൻ്റെ അടിയിലൊരു കൂടുണ്ട്, 2 കൂടാണ്, ഡബിൾ കൂടാണ്. അടിയിൻ്റെ പാത്തികൾ പടിയുണ്ട്. ഈ ചാക്കിൻ്റെ അവിടെ ചക്കൻ്റെ അടിയിലൊക്കെ പാത്തികളുണ്ട്. ഇതിൽ വെള്ളം വെച്ച് കൊടുക്കും, വെള്ളം ദിവസം മാറ്റിക്കൊണ്ടിരിക്കാൻ. അപ്പം എങ്ങനെയുണ്ട്? 13 കുട്ടികളുണ്ട്. ഒരു തള്ളൻ്റെ അല്ല 2 തള്ളൻ്റെ കുട്ടികളാണ്. ഈർച്ചപ്പൊടി ഉണ്ടായിരുന്നു, ഈർച്ചപ്പൊടി പനൻ്റെ പൊടി ഉണ്ടായിരുന്നു, പന പൊടി ഉണ്ടായിരുന്നു, പനൻ്റെ പൊടി. കോഴികളൊക്കെ വളർത്തുക, കോഴികളില്ലാത്തവരൊക്കെ കോഴിക്കുട്ടികളെ വളർത്തിയിട്ട് ഇതുണ്ട്. കോഴിക്കളെ നമുക്ക് ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ജോഡി ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു വർഷം വലുപ്പമായതാണ്. പിന്നെ ഒരു ടീം ഇവിടെ ഉണ്ട്, അടിയിലുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ ഉണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ടൊക്കെ കൂടെ. ഇതാ നിൽക്കുന്നു വേറൊരു ജോഡി ഇവിടെ ഉണ്ട്. അതാണ് അല്ല, അതിപ്പോൾ കുറച്ച് വലുപ്പമായി തുടങ്ങി. ഒക്കെ പഴമീൻ്റെ നല്ല കുട്ടിയാണ്. നമ്മളെ റോസ് കളർ മുന്തിരിയാണ് കേട്ടോ. നല്ല റോസ് കളറായിട്ടുള്ള നല്ല മധുരമുള്ള മുന്തിരിൻ്റെ തൈകളാണ്. ഏകദേശം കുറച്ച് തൈകളുണ്ട്. ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിലേ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി. പല തൈകളുണ്ട്, മാവിൻ തൈകളും എല്ലാ തൈകളുണ്ട്. നല്ല പേരക്കൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് പേരത്തൈകൾ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. പിന്നെ മാവിൻ തൈകളാണ്. നല്ല മൽഗോവ മാവിൻ്റെ കൊമ്പുകൾക്ക് വേര് പിടിപ്പിച്ച് എയർ ലെയറിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത തൈകളാണ് ഇതൊക്കെ. ഒന്നും നല്ല കുറേ ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. അതൊക്കെ എയർ ലെയറിങ്ങിലൂടെ മണ്ണ് പൊതിഞ്ഞിട്ട് വേര് പിടിപ്പിച്ചെടുത്ത തൈകളാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളിപ്പോൾ ഒന്ന് 2 റമ്മിലേക്ക് മാറ്റിയിട്ട് റമ്മിലും ചാക്കിലൊക്കെ. പേരക്കൻ്റെ തൈ അതൊക്കെ ഇലാ തൈകളൊക്കെ ഒട്ടായിട്ടുള്ളതാണ്. ഇതൊക്കെ ഒട്ട് തന്നെ. പിന്നെ നമ്മളൊരു ഇതുപോലെ അരറമ്മിൽ ഇതുപോലെ കുരുമുളക് എങ്ങനെ കൃഷി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണം നടത്തി വയ്ക്കുകയാണ്. അപ്പോൾ നല്ല ഉഷാറായിട്ട് കണ്ണി കുത്തി കയറി പോകുന്നുണ്ട്. പൈപ്പിലാണ് കേട്ടോ. പൈപ്പ് കണ്ടാണ് ലേശം ഒരു 10-12 അടിയോളം പൈപ്പ്. അതിന് മുകളിൽ ഇങ്ങനെ ഒരു കൊട്ടയും കൊടുത്തേക്കണം. ആ വള്ളിയിൽ കയറിയിട്ട് ഇങ്ങോട്ട് മറിയാനുള്ള ഒരു സംവിധാനം കൊടുത്താൽ കേട്ടോ. നമ്മളെ വിളക്ക് മോഡലുണ്ടല്ലോ,
റോഡ് സൈഡിലൊക്കെ പഴയ കാലത്ത് സ്ഥാപിച്ചിരുന്ന ഒരു വിളക്കുണ്ടല്ലോ. അപ്പോൾ അതിന് ചാക്ക് നമ്മൾ കോട്ടൻ്റെ ചാക്ക് വേര് നല്ല പെട്ടെന്ന് വേര് കയറാനും പിടിക്കാനും ചാക്ക് അധികം വെച്ചിട്ട് നല്ലോണ്ട് കമ്പിയിലും കയറ് കൊണ്ടും ആണ്ട് അതിമ ചുറ്റി പൊതിഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ മഴച്ചാറിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിമക്ക് പെട്ടെന്ന് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വേര് ഇറങ്ങി കയറും. കുറി തോക്ക വന്നിട്ടില്ല, അടുത്ത കുറി തോക്ക ഉണ്ടാവും. ഇത് ഈ ഏകദേശം ഒരു 4 മാസം കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രായമായത്. 4-5 മാസത്തെ മൂപ്പായിട്ടുള്ളൂ. കണ്ണി കുത്തി കയറുന്നുണ്ട്. പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വള്ളിയൊക്കെ അവിടെ കൊടുന്നിട്ടിട്ടുണ്ട് അവിടെ നടാൻ വേണ്ടി. വള്ളി ഇവിടെ അതിൻ്റെ ലീഫുകളൊക്കെ കട്ട് ചെയ്തിട്ടേ ലീഫുണ്ടായ വള്ളി പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അല്ലെങ്കിൽ വള്ളി ഉണങ്ങണില്ല. ലീഫ് കട്ട് ചെയ്താൽ അതിൻ്റെ കണ്ണിയും വള്ളിയൊക്കെ അവിടെ കിടക്കും. അപ്പോൾ അത് നടുന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കോഴികളെ വളർത്തുക, അതുപോലത്തെ കൃഷികളൊക്കെ ഉണ്ടാക്കുക. കോഴികളൊക്കെ വീട്ടിലൊരു 10 കോഴികൾ എല്ലാവർക്കും വേണം. എന്നാലേ നല്ല നാടൻ മുട്ട കഴിക്കാൻ പറ്റുള്ളൂ. അധികം വീട്ടിലും കോഴികൾ ഉണ്ടാവില്ല. അപ്പോൾ കോഴികൾ വല്ലാതെ നല്ല ശ്രദ്ധ വേണം. എന്നാൽ നായ്ക്കളെ ശല്യം, നായ്ക്കളും അല്ലെങ്കിൽ കുറുക്കന്മാർ, പോക്കാൻ പൂച്ച അതൊക്കെ ഉള്ള ശല്യങ്ങളുണ്ടാവും. കീരിശല്യം വേറെ. അപ്പോൾ നാടൻ കോഴികളെ വളർത്താൻ വേണ്ടിയിട്ട് ഓരോരോ വീട്ടുകാരും ശ്രമിക്കണം. അപ്പോൾ അധികം വീട്ടിലും കോഴികളില്ല. പിന്നെ അടുക്കളയിലെ കച്ചറകളൊക്കെ അതൊക്കെ തൊടുവിലെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നതിന് കൊണ്ടുപോയി കൊട്ടുന്നതിന് അത് അവർ കഴിച്ച് ഭക്ഷിച്ചു പോകും. അപ്പോൾ അതൊരു നല്ല പരിപാടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്കൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. മുഹമ്മദ് സ്വാഗതമാണ്.